ഞാനിപ്പോൾ ജർമ്മനിയിലെ ഒരു റെയിൽവേ സ്റ്റേഷനിലാട്ടോ ഇരിക്കുന്നത്. ഡുസൽഡോഫ് എന്ന് പറയുന്ന ഒരു സിറ്റിയിലെ ഒരു റെയിൽവേ സ്റ്റേഷനിലാണ്. ജർമ്മനിയിലെ കുറേ കാര്യങ്ങളൊക്കെ ഭയങ്കരമായിട്ട് ചേഞ്ച് ആയിട്ടുണ്ട് ഈ കഴിഞ്ഞ 2 വർഷം കൊണ്ട്. ഞാൻ ജർമ്മനി എത്തുന്നതിന് മുമ്പ് വിചാരിച്ചുകൊണ്ടിരുന്നത് നമ്മുടെ നാട്ടിലാണ് ഏറ്റവും കൂടുതൽ ഭിക്ഷ യാചിച്ച് വരുന്ന ആൾക്കാരുള്ളത് എന്നൊക്കെയാണ്. എന്നാൽ ഇവിടുത്തെ കണ്ടീഷൻ കുറച്ച് കഴിഞ്ഞ 2 വർഷമായിട്ട് കംപ്ലീറ്റ്ലി അങ്ങോട്ട് മാറിയിട്ടുണ്ട്. മുമ്പൊക്കെ നമുക്ക് ഇങ്ങനത്തെ റെയിൽവേ സ്റ്റേഷൻസിലൊക്കെ വന്ന് ആരുടെയും ഡിസ്റ്റർബൻസ് ഇല്ലാണ്ടൊക്കെ സുഖമായിട്ടൊന്ന് ഇരിക്കുക, അല്ലെങ്കിൽ നമുക്ക് നമ്മുടെ കാര്യം നോക്കി നടക്കാൻ പറ്റുമായിരുന്നു. എന്നാൽ ഇപ്പോഴത്തെ കണ്ടീഷൻ കംപ്ലീറ്റ്ലി മാറിയേക്കുവാണ്. ഭിക്ഷ അയച്ചു വരുന്ന ആൾക്കാർ, ഡ്രഗ് അടിച്ച് നടക്കുന്ന ആൾക്കാർ, ബോധവും വെളിവില്ലാണ്ട് നടക്കുന്ന ആൾക്കാർ, അതുപോലെ തന്നെ നാറ്റമാണ് പല ബാനോഫിലും ഇവിടെ കാണുന്നത്. ഭയങ്കര ഒബ്വിയസ് ആയിട്ട് നമുക്ക് നോട്ടീസ് ചെയ്യാൻ പറ്റും നമ്മൾ പ്രത്യേകിച്ച് ട്രാവൽ ചെയ്യുന്ന സമയത്തൊക്കെ. പിന്നെ അത് മാത്രമല്ല, പണ്ടത്തെ പോലെ ഒന്നും സേഫ് ഒന്നും അല്ല കേട്ടോ. രാത്രിയിൽ പ്രത്യേകിച്ച് രാത്രി സമയത്തൊക്കെ ഇറങ്ങി നടക്കുന്നവരൊക്കെ ആണെന്നുണ്ടെങ്കിൽ കുറച്ച് കരുതലോടെ വേണം നടക്കാനായിട്ട്. കാരണം ഇവിടുത്തെ കണ്ടീഷൻ ഭയങ്കരമായിട്ട് മാറിയിട്ടുണ്ട്. ഇപ്പോൾ പല കേസസ് ആണ് ജർമ്മനിയിൽ നിന്ന്, അതിപ്പോൾ നമ്മുടെ ആൾക്കാരായാലും വേറെ ആൾക്കാർക്കുമായിട്ട് സംഭവിക്കുന്ന കാര്യങ്ങൾ നമ്മൾ കേൾക്കുന്നത്. ഇപ്പം ഞാൻ ഈ പറഞ്ഞ പോലത്തെ അനുഭവം, അല്ലെങ്കിൽ നിങ്ങളിങ്ങനെ റെഗുലർ ആയിട്ട് ഇങ്ങനത്തെ കണ്ടീഷൻസ് ജർമ്മനിയിൽ കാണുന്നുണ്ടെങ്കിൽ, നിങ്ങളിത് എഗ്രി ചെയ്യുന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ട് കമൻറ്റ് ഡൗൺ ചെയ്യുക. ലൈക്ക്, ഷെയർ ആൻഡ് ഫോളോ ഫോർ മോർ.